നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കളമശ്ശേരി കഞ്ചാവ് കേസിലെ മൂന്നാം പ്രതി അഭിരാജിനെ പുറത്താക്കി എസ്എഫ്ഐ. പ്രധാന പ്രതി ഇപ്പോഴും ഒളിവിൽ. കേസിൽ 2 പേർ കൂടി പിടിയിൽ. ഹോസ്റ്റലിലെ കഞ്ചാവ് വിൽപ്പന ഓഫർ നിരക്കിൽ. പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്ത് പുറത്ത്. കടയ്ക്കലിന് പിന്നാലെ കണ്ണൂരിലും ക്ഷേത്ര ഉത്സവത്തിനിടെ രാഷ്ട്രീയം കലർത്തി സിപിഎമ്മും ആർഎസ്എസും. കലശം വരവിൽ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തി. ക്ഷേത്രോത്സവത്തിലെ വിപ്ലവഗാനത്തിൽ നടപടിയുണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഗവർണർക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. ആശാവർക്കർക്ക് ജപ്തി നോട്ടീസ് അയച്ച് കേരള ബാങ്ക്. തങ്ങളെ വിരട്ടാൻ നീക്കമെന്ന ആശാപ്രവർത്തകർ. സമരത്തിനെതിരെ ഇ.പി. ജയരാജൻ. പിന്നിൽ ചിലരുടെ തലയിലുദിച്ച രാഷ്ട്രീയ ബുദ്ധിയെന്ന് ഇ.പി. കർണാടകയിൽ നിർമ്മാണ കരാറുകളിൽ മുസ്ലിം സംവരണം. 4% സംവരണത്തിന് അംഗീകാരം നൽകി മന്ത്രിസഭ. തീരുമാനത്തിനെതിരെ ബിജെപി. പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് വിമർശനം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സ്പേസ് എക്സ് ക്രൂ 10 യാത്ര തിരിച്ചു. സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്രയുടൻ. പേടകത്തിൽ 4 ബഹിരാകാശ സഞ്ചാരികൾ. കളമശ്ശേരി മയക്കുമരുന്ന് കേസിൽ പ്രതിയായതിനെ തുടർന്ന് അഭിരാജിനെ എസ്എഫ്ഐയിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ ചേർന്ന യൂണിറ്റ് സമ്മേളനത്തിലാണ് തീരുമാനം. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട ആൾക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് എസ്എഫ്ഐ. അയാളെ പുറത്താക്കിയിരിക്കുന്നു എസ്എഫ്ഐയിൽ നിന്ന്. ഇതിലൂടെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണോ സംഘടന നടത്തുന്നത്? എന്തൊക്കെയാണ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്? രേണുക, അല്പം മുമ്പ് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവ് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഈ കളമശ്ശേരി ലഹരി കേസിൽ പിടിയിലായിട്ടുള്ള അഭിരാജിനെ പുറത്താക്കി എന്നുള്ള വിവരം പങ്കുവെക്കുന്നത്. എസ്എഫ്ഐയുടെ എല്ലാ അംഗത്വവും, അഭിരാജിന്റെ എല്ലാ അംഗത്വവും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്നലെ അടിയന്തരമായി ചേർന്ന യൂണിറ്റ് സമ്മേളനത്തിലാണ് ഈ തീരുമാനമുണ്ടായത് എന്ന് സഞ്ജീവ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മാധ്യമങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് എസ്എഫ്ഐ നേതാക്കൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെ ഉന്നയിച്ചത്. അതായത് എസ്എഫ്ഐയെ ബോധപൂർവ്വം മാധ്യമങ്ങൾ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു എസ്എഫ്ഐക്കാരുടെ പ്രധാന ആരോപണം. അങ്ങനെയായിരുന്നു. ഇന്നലെ പിടിയിലായ ആഷിക്കും ഷാലിക്കും KSU പ്രവർത്തകരാണ്. ഷാലിക്ക് KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്. എന്നിട്ട് പോലും പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് മാത്രമാണ് മാധ്യമങ്ങൾ ഈ കണ്ട നേരം അത്രയും വാർത്ത നൽകിയിരുന്നത്. അതിൽ എസ്എഫ്ഐയുടെ ബന്ധം കണ്ടുപിടിക്കാൻ മാധ്യമങ്ങൾക്ക് അതിന് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. അതേസമയം KSUവിന്റെ ബന്ധം പുറത്തു വന്നപ്പോൾ നേരെ യൂട്ടേൺ എടുത്ത് തിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും. അങ്ങനത്തെ ഒരു നിലപാടായിരുന്നു മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതുപോലെ തൃശൂർ ജില്ലാ KSU തൃശൂർ ജില്ലാ സെക്രട്ടറി മരട് അനീഷുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്ന ശേഷവും എന്താണ് KSUവിന്റെ ഇത്തരം മരട് അനീഷ് പോലെയുള്ള ആളുകളുമായുള്ള ബന്ധം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യവും ായി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എസ്എഫ്ഐ മുന്നോട്ട് വെക്കുന്നത് ഈ എസ്എഫ്ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറിയെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പോൾ മാത്രം എസ്എഫ്ഐയുടെ പേരിൽ അല്ലെങ്കിൽ എസ്എഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിലായി എന്ന് വാർത്ത നൽകാൻ മാധ്യമങ്ങൾക്ക് ഭയങ്കര ആവേശമായിരുന്നു. പക്ഷെ അത് KSUവിന്റെ പേരിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ KSU പ്രവർത്തകർ അറസ്റ്റിലായപ്പോൾ ജയിലിലുള്ള 3 പേരും KSU പ്രവർത്തകരാണ്. അതുണ്ടായില്ല മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എന്ന് തന്നെയാണ് KSU എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഉൾപ്പെട്ട ആൾക്കെതിരെ നടപടിയെടുക്കുന്നു, അയാളെ എസ്എഫ്ഐയിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോഴും മാധ്യമങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് എസ്എഫ്ഐ നേതാക്കൾ. അവരുടെ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്.
ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ. ഞാൻ അതിലൊന്നും ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. വാർത്ത അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് പറഞ്ഞ സത്യമാണ്. അത് സത്യമാണ്. നിങ്ങൾ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിലൊന്നും വേറെ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആരാണ്? ഏതാണ് നിങ്ങളുടെ ഓരോരോ മാധ്യമത്തിന്റെ വിഷയം. ഞാനിപ്പോ നിങ്ങളോട് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുഴുവൻ ഹെഡ്ലൈൻസും ഞാൻ ഇവിടെ പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, ന്യൂസ് പേപ്പേഴ്സിന്റെ നിങ്ങളുടെ ഹെഡ്ലൈൻസ് ഞാൻ ഇവിടെ വരുമ്പോ ഇതുവരെ ന്യൂസ് മലയാളത്തിന്റെ മാത്രം കാര്യമല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്, ആ ന്യൂസ് 8ന്റെ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ചാനലുകളുടെ മുഴുവൻ കാര്യവും ഞാൻ പറഞ്ഞു. ഇതുവരെയായി അങ്ങനെ ഒരു പേര് ഉപയോഗിച്ചിട്ടില്ല. അയാൾ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. ആ കാര്യം പറയുമ്പോ നിങ്ങൾ എന്നോട് അത് അയാൾ ഇപ്പോഴും ഇയാളല്ലേ, ജനറൽ സെക്രട്ടറി അല്ലേ എന്ന് ചോദിച്ച് നിങ്ങൾ പ്രതിരോധിക്കുകയാണ്. നിങ്ങൾക്ക് എന്തിനാണ് ഈ ഗതികേട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് എസ്എഫ്ഐ നേതാക്കൾ ഉയർത്തുന്നത്. അതേസമയം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കോളേജിൽ ലഹരി എത്തിച്ചത് ഇവരാണെന്ന് പോലീസ് കണ്ടെത്തി. കേസിൽ നിർണായകമായത് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ്. അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥിക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. ആഷിഖും ഷാരിഖുമാണ് കോളേജിൽ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇവരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നും കൂടുതൽ ആളുകൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും തൃക്കാക്കര ACP PV ബേബി. കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ. പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുള്ളൂ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽക്കുന്നത് ഓഫറിലാണെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. മുൻകൂറായി പണം നൽകുന്നവർക്കാണ് ഓഫർ ആനുകൂല്യം ലഭിക്കുക. 500 രൂപയുടെ കഞ്ചാവ് മുൻകൂറായി പണം നൽകിയാൽ 300 രൂപയ്ക്ക് ലഭിക്കും. അതേസമയം ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന് സൂചന നൽകി പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ് കേസിൽ നിർണായകമായത്. വെള്ളിയാഴ്ച കോളേജിൽ നടക്കുന്ന ഹോളി ആഘോഷത്തിൽ മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ അതിനായി പണപ്പിരിവ് നടത്തിയെന്നും പ്രിൻസിപ്പൽ കൊച്ചി DCPക്ക് അയച്ച കത്തിൽ പറയുന്നു. റിമാൻഡിൽ കഴിയുന്ന 1ാം പ്രതി ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി 8 ദിവസത്തിനിടെ സംസ്ഥാനത്ത് പിടികൂടിയത് 1.9 കോടി രൂപയുടെ ലഹരിമരുന്ന്. ഇന്നും വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ മയക്കുമരുന്നടക്കം പിടികൂടി. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടപടി ശക്തമാക്കുമ്പോഴും ഓരോ ദിവസവും പിടിച്ചെടുക്കുന്ന ലഹരിയുടെ അളവിൽ കുറവില്ല. കണ്ണൂരിലെ നുച്ചിയാട് വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിറ്റ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിലായി. മുബഷീർ, ഹക്കീം, കോമള എന്നിവരാണ് പിടിയിലായത്. പുനലൂരിൽ 30 കിലോ കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി മൈനാഗപ്പള്ളി സ്വദേശി ഷിബുവും അറസ്റ്റിലായി. വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം കേരളത്തിലെത്തിയപ്പോഴാണ് ഇയാൾ വലയിലായത്. എറണാകുളം ചേരാനെല്ലൂരിൽ യുവാവ് പിടിയിലായത് 1 കിലോ കഞ്ചാവുമായി. കൊല്ലം പ്ലാച്ചേരി സ്വദേശി കൃഷ്ണകുമാറിൽ നിന്ന് പിടിച്ചതിൽ 120 ഗ്രാം MDMAയും. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിൽ 8 ദിവസത്തിനിടെ 1.9 കോടിയുടെ ലഹരി മരുന്നാണ് പിടികൂടിയത്. പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുമായി സഹകരിച്ച് നടത്തിയ റെയ്ഡിലാണ് ലഹരിമരുന്ന് പിടിച്ചത്. മാർച്ച് 5 മുതൽ 12 വരെ 3568 റെയ്ഡാണ് എക്സൈസ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആലപ്പുഴയിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും MDMA കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം അട്ടിമറിച്ച് സൌത്ത് പോലീസ്. നർക്കോട്ടിക് ഡ്രഗ്സ് കേസുകളിൽ കൈക്കൊള്ളേണ്ട പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും സൌത്ത് പോലീസ് പാലിച്ചില്ല. മാത്രമല്ല, വിൽപ്പന നടത്തുന്നുവെന്ന് കണ്ടെത്തിയിട്ടും ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായുള്ള തുടർ പരിശോധനകളും ഉണ്ടായില്ല. കേസിൽ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുക മാത്രമാണ് സൌത്ത് പോലീസ് ചെയ്തത്. കഴിഞ്ഞ 2-ന് മാരക ലഹരി വസ്തുവായ MDMAയുമായി CPM മുനിസിപ്പൽ സ്റ്റേഡിയം ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് അറസ്റ്റിലായ കേസിലാണ് പോലീസ് ഒത്തുകളി. ഹരിപ്പാട് നിന്നും മയക്കുമരുന്നുമായി അറസ്റ്റിലായ വ്യക്തി നൽകിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിഘ്നേഷിനായുള്ള തിരച്ചിലും മയക്കുമരുന്ന് കണ്ടെത്തലും. നർക്കോട്ടിക് കേസുകളിൽ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ വേണം പ്രതിയുടെ ദേഹപരിശോധനയും മയക്കുമരുന്നിന്റെ അളവുൾപ്പെടെ തിട്ടപ്പെടുത്തലുമെന്നിരിക്കെ ഈ കേസിൽ ഇതുണ്ടായില്ലെന്ന് മാത്രമല്ല, അറസ്റ്റ് വിവരം ചുമതലയുള്ള സ്റ്റേഷൻ ഓഫീസറിൽ നിന്നുവരെ ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് മറച്ചുവെച്ചു. സ്റ്റേഷൻ ജാമ്യം നൽകി വിഘ്നേഷിനെ വിട്ടയച്ച ശേഷമാണ് ഇക്കാര്യങ്ങൾ സ്റ്റേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ അറിയുന്നത്.
MDMA വിൽപ്പന നടത്തിയ പണം കണ്ടെടുത്തുവെന്ന് പോലീസ് പറയുമ്പോഴും വിഘ്നേഷിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തിയ ലഹരി വസ്തുവിനപ്പുറം കൂടുതൽ അളവിൽ ഉണ്ടായിരുന്നോ എന്നുള്ള തുടർ പരിശോധനകൾ നടന്നിട്ടില്ല. FIR പ്രകാരം വിഘ്നേഷ് പിടിക്കപ്പെടുന്നത് EMS സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്തു നിന്നാണ്. എന്നാൽ വിഘ്നേഷിന്റെ വാഹനം, വീട് എന്നിവ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും ഉണ്ടായില്ല. പിടിക്കപ്പെടുന്ന സമയത്ത് വിൽപ്പന നടത്തിയ പണം കണ്ടെടുത്തിട്ടും ഇതിന്റെ സോഴ്സ് കണ്ടെത്താനോ ഏറ്റവും പ്രാഥമികമായി പ്രതിയുടെ മൊബൈൽ ഫോൺ സീസ് ചെയ്യാനോ പോലീസ് മുതിർന്നില്ല. വിഘ്നേഷിന് വിൽപ്പനയ്ക്കായി ലഹരി എത്തിച്ചവരുടെ കോൺടാക്റ്റിലേക്ക് പോകാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും ഉണ്ടായില്ല. CDR രേഖകൾ പരിശോധിക്കുകയോ ബാങ്ക് ട്രാൻസാക്ഷൻ, പണമിടപാടിനുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ എന്നിവയുടെ പരിശോധനകളിലേക്കോ സൗത്ത് പോലീസ് കടന്നതേയില്ല. പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിനായി CPM ഇടപെടൽ നടന്നുവെന്ന ഗുരുതര ആക്ഷേപം നിലനിൽക്കെയാണ് അന്വേഷണത്തിലെ വീഴ്ചകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ സർക്കാർ ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി പരക്കം പാച്ചിൽ നടത്തുന്നതിനിടയിലാണ് കോടതിയിൽ നിന്ന് പോലും ഊരിപ്പോകത്തക്ക രീതിയിൽ കേസ് ഫ്രെയിം ചെയ്തുകൊണ്ട് CPM ബ്രാഞ്ച് സെക്രട്ടറിക്കായുള്ള സൗത്ത് പോലീസിന്റെ പ്രത്യേക ഇളവ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നീക്കമെന്ന് ആശാവർക്കർമാർ. സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തന്നെയാണ് സമരക്കാരുടെ പ്രതീക്ഷ. മറ്റന്നാളാണ് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. ആശമാരുടെ സമരം അനാവശ്യമെന്ന് ആവർത്തിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ രംഗത്തെത്തി. ആശാവർക്കർമാരുടെ സമരാവേശത്തിന് തെല്ലും കുറവില്ല. 34ാം ദിനത്തിലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ആശമാർ എത്താതിരിക്കാൻ CITUവിന്റെ ഭീഷണി നിലനിൽക്കുന്നുവെന്ന് ആശാവർക്കർമാർ ആരോപിക്കുന്നു. കൊല്ലം ജില്ലയിൽ അവിടുത്തെ DPMന്റെ നേതൃത്വത്തിൽ നേരിട്ടിറങ്ങി ഈ സമരത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള സർവ്വവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DPM നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സെന്ററുകളിലും പോയി സമരത്തിൽ പങ്കെടുക്കുന്നവരെ വിളിച്ചിരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. ഇതിനിടെ ആശമാരുടെ സമരം അനാവശ്യമെന്ന് EP ജയരാജൻ ആവർത്തിച്ചു. ചിലരുടെ തലയിൽ ഉദിച്ച രാഷ്ട്രീയ ബുദ്ധിയാണിതെന്നും ജയരാജൻ. ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. അതിന് ഞങ്ങൾക്കൊരിക്കലും ആ സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല. EPയുടെ വിമർശനത്തിന് ആശാവർക്കർമാരുടെ മറുപടി ഇങ്ങനെ: ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്, ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. എന്റെ അവകാശത്തിനാണ് ഞാൻ വന്നത്. ഞാനല്ലാതെ പാർട്ടിക്ക് വിരുദ്ധമായിട്ടല്ല. എന്റെ അവകാശം വാങ്ങാൻ, ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ അവകാശം വാങ്ങാൻ മാത്രമാണ് ഞാൻ വരുന്നത്. എല്ലാവരും അതുപോലെയാണ്. എന്താണ് പാർട്ടി പറയാതിരിക്കുന്നത്? ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ അധ്വാനിച്ച പൈസ ഞങ്ങൾ വന്നത്, അല്ലാതെ ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. ജയരാജ സാറിന് ഒന്നും അറിയില്ല. ഈ ആരെ പണ്ട് ഈ സിനിമ പറഞ്ഞത് അതൊരു കുഞ്ഞാ, ഒരു ചുക്കും അറിയില്ല കേട്ടാ, കുഞ്ഞു വാവയാ. അതേസമയം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകയ്ക്ക് കേരള ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചു. പാലോട് സ്വദേശി അനിതാകുമാരിക്കാണ് വീട് 7 ദിവസത്തിനകം ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് ബാങ്ക് നോട്ടീസ് കൈമാറിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിലെ വിപ്ലവ ഗാനത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ഉത്സവം രാഷ്ട്രീയവൽക്കരിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഗവർണർക്ക് പരാതി നൽകി. BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് CPM എന്ന് VD സതീശൻ വിമർശിച്ചു. കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ഉത്സവ ദിനത്തിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഗായകൻ അലോഷി അവതരിപ്പിച്ച സംഗീത പരിപാടിയിൽ വിവാദം അവസാനിക്കുന്നില്ല. പ്രചരണ ഗാനങ്ങൾക്കൊപ്പം സ്റ്റേജിലെ LED വാളിൽ DYFIയുടെ കൊടിയും CPMന്റെ ചിഹ്നവും പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കിയത്. സംഭവത്തിൽ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഉറപ്പ്. ഇത് ഉപദേശകരുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഉപദേശ സമിതിയാണ്. ആ ഉപദേശ സമിതിയോട് നമ്മൾ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവും നടത്തുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരെന്ന് വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാവും. ഏത് ക്ഷേത്രങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ദേവസ്വം ബോർഡിന് നിർബന്ധമാണ്. അത് കോടതിയുടെ കൃത്യമായ വിധിയാണ്. ക്ഷേത്രത്തിലെ രാഷ്ട്രീയ പ്രചരണത്തിൽ ഗവർണർ ഇടപെടണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആദർശ് ഭാർഗവൻ ഗവർണർക്കും ദേവസ്വം മന്ത്രിക്കും പരാതി നൽകി.
BJPക്ക് അവസരമൊരുക്കാനാണ് CPM ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. നാണംകെട്ട പാർട്ടി അവിടെ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇവരൊന്നും പാട്ടുപാടാൻ വേറെ സ്ഥലമൊന്നുമില്ലേ? അമ്പലത്തില് ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലെ ഗാനമേളൊക്കെയാണ്. പുഷ്പനെ അറിയാമോന്ന് ചോദിക്കുന്നത് ഭക്തജനങ്ങളോട്. വേറെ പണി നോക്കാൻ പറയുന്നത്. ഇവര് ഏത് ലോകത്തെ ജീവിക്കുന്നത്? അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അതാ പ്രശ്നം. പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം. ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ വിവാദത്തെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിലും എതിർത്തും അനുകൂലിച്ചും വാക്പോര് മുറുകുകയാണ്. ന്യൂസ് 18 കൊല്ലം. കണ്ണൂർ കതിരൂർ പുല്ലിയോട് ശ്രീകുറുമ്പ ക്ഷേത്ര ഉത്സവത്തിൽ രാഷ്ട്രീയം കലർത്തി CPMഉം RSSഉം. കലശം വരവിൽ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തി ഇരുവിഭാഗങ്ങളും രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം താലപ്പൊലി മഹോത്സവത്തിൽ CPM പതാകയും ഗാനവും ഉയർന്നപ്പോൾ ഹിന്ദു ഐക്യവേദി പരാതിപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ RSSഉം രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉത്സവത്തിലേക്ക് കൊണ്ടുവന്നത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കനത്ത വിമർശനമാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത്. കർണാടകയിൽ സർക്കാർ പ്രവർത്തികളുടെ ടെൻഡറുകളിൽ 4% മുസ്ലിം വിഭാഗത്തിന് സംവരണം ചെയ്യും. ഇതിന് കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകി. നിലവിൽ പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങൾക്കാണ് സംവരണമുള്ളത്. ഇതിനൊപ്പമാണ് ഇനി മുസ്ലിം വിഭാഗത്തിനും സംവരണം. സർക്കാർ തീരുമാനത്തോട് കടുത്ത എതിർപ്പുമായി BJP രംഗത്ത് വന്നു. സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണിതെന്ന് BJP വിമർശിച്ചു. ലോകത്തിന്റെ കാത്തിരിപ്പിന് വിരാമമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സുനിത വില്യംസും ബുഷ് വിൽമോറും ബുധനാഴ്ച ഭൂമിയിൽ മടങ്ങിയെത്തും. ഇവരെ തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സ്പേസ് എക്സ് ക്രൂ 10 പേടകം വിജയകരമായി വിക്ഷേപിച്ചു. 8 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെട്ട് 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും. ഇവർ മടങ്ങിയെത്തിയെന്ന വാർത്ത കേൾക്കാൻ നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് ലോകം. ഇവരെ തിരിച്ചെത്തിക്കുന്ന സ്പേസ് എക്സ് ക്രൂ 10 പേടകം വിജയപഥത്തിലെത്തി. ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ക്രൂ 10മായി ഫാൽക്കൺ 9 പറന്നുയർന്നു. പുതിയ 4 ബഹിരാകാശ സഞ്ചാരികളും പേടകത്തിലുണ്ട്. നാസയുടെ ആൻ മക്കിലിനും നിക്കോളാസ് അയേഴ്സും, ജപ്പാന്റെ ടക്കുവ ഒനീഷി, റഷ്യയുടെ കിറിൽ പെസ്കോവ് എന്നിവരും ഒപ്പമുണ്ട്. ഇവർ അടുത്ത 6 മാസക്കാലം ബഹിരാകാശ നിലയത്തിൽ തുടരും. പുതിയ സംഘത്തിന് ചുമതല കൈമാറിയ ശേഷമായിരിക്കും സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര. 2024 ജൂണിലാണ് സുനിതയും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. ബോയിംഗ് സ്റ്റാർലൈനറിന്റെ ഹീലിയം ചോർച്ചയും സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതും ഇവരുടെ മടക്കയാത്ര പ്രതിസന്ധിയിലാക്കി. 9 മാസത്തിന് ശേഷം നിരവധി നേട്ടങ്ങളുമായാണ് ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്. 62 മണിക്കൂറും 9 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന റെക്കോർഡ് സൃഷ്ടിച്ചു സുനിത. 900 മണിക്കൂർ നീണ്ട ഗവേഷണം. 260 ദിവസത്തിലധികം ചെലവഴിച്ച ശേഷം മടങ്ങിയെത്തുമ്പോൾ ആരോഗ്യ സംബന്ധമായ നിരവധി വെല്ലുവിളികളും ഇവർ നേരിടും. ഭൂമിയിലെത്തിയ ശേഷം ശാരീരികമായി പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിവരാൻ 3 മാസത്തിലധികം വേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഗസയിൽ നിന്നുള്ള പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ഒരു പദ്ധതിയും തങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ലെന്ന് സൊമാലിയയും സൊമാലിലാൻഡും. US-ൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രിമാർ അറിയിച്ചു. അത്തരമൊരു പദ്ധതി മുന്നോട്ട് വെച്ചാൽ അംഗീകരിക്കില്ലെന്നും ഇരുവരും വ്യക്തമാക്കി. പലസ്തീനികളെ മാറ്റി ഗാസ ഏറ്റെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച് 1 മാസമാകുമ്പോഴാണ് പുതിയ സംഭവ വികാസം. നേരത്തെ പലസ്തീനികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റിപ്പാർപ്പിക്കാൻ US-ഉം ഇസ്രായേലും ചേർന്ന് പദ്ധതി തയ്യാറാക്കിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. പിന്നീടാണ് പലസ്തീനികളെ ആഫ്രിക്കയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നതായി സൂചനകൾ പുറത്തുവന്നത്. അറബ് രാഷ്ട്രങ്ങൾ നേരത്തെ തന്നെ ട്രംപിന്റെ നിർദ്ദേശം തള്ളി. പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാൻ US ഇസ്രായേൽ അധികൃതർ സൊമാലിയ, സുഡാൻ അധികൃതരെ ബന്ധപ്പെട്ടതായും സുഡാൻ നിർദ്ദേശം തള്ളിയതായും അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു.
തുടർന്നു. ഇതിന് പിന്നാലെയാണ് സൊമാലിയയും സൊമാലിലാൻഡും മറുപടിയുമായി എത്തിയത്. ഗാസയിൽ നിന്നുള്ള പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി യുഎസിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒരു പദ്ധതിയോ നിർദ്ദേശമോ തങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചാൽ അംഗീകരിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി മോഗാദിഷു വ്യക്തമാക്കി. സ്വന്തം മണ്ണ് വിട്ട് എങ്ങോട്ടും പോകില്ലെന്ന് പലസ്തീൻ സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഗാസയിലേക്ക് സഹായ വസ്തുക്കളുമായി വരുന്ന മുഴുവൻ ട്രക്കുകളും ഈജിപ്ത് അതിർത്തിയിൽ തടഞ്ഞുള്ള ഇസ്രായേൽ ഉപരോധം 2 ആഴ്ചയായെന്നും ഭക്ഷണം, മരുന്ന്, വെള്ളം എന്നിവയ്ക്ക് ഗാസക്കാർ വലയുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. 80% പേർ ഭക്ഷണത്തിനും 90% പേർ വെള്ളത്തിനും ക്ഷാമം നേരിടുന്നുവെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇടവേള. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെ വാർത്തകൾ തുടരുന്നു. മോഹൻലാൽ ചിത്രം എമ്പുരാനിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. ലൈക്ക പിന്മാറുന്നതോടെ ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ലൈക്കയുടെ ഷെയർ ഏറ്റെടുക്കും. നിർമ്മാണത്തിൽ അവസാന നിമിഷം പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും റിലീസ് തീയതിയിൽ മാറ്റമുണ്ടാകില്ല. ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. മലയാളം കണ്ട ഏറ്റവും വലിയ ചിത്രത്തിന്റെ ടീസർ എമ്പുരാന്റെ റിലീസ് തീയതി എടുക്കുമ്പോൾ നിർമ്മാണത്തിൽ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും ചിത്രം നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം. ഏറ്റവും ഒടുവിലെ ടീസർ റിലീസിന് പോലും ലൈക്കയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ റിലീസിന് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലൈക്ക പിന്മാറുകയാണ്. മലയാളത്തിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ റിലീസ് ചെയ്യുന്ന ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസിനൊപ്പം ചിത്രം നിർമ്മിക്കും. കമ്മാരസംഭവം, കായംകുളം കൊച്ചുണ്ണി, 19ാം നൂറ്റാണ്ട് തുടങ്ങി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ശ്രീ ഗോകുലം മൂവീസ് നിർമ്മാണത്തിൽ പങ്കാളികളാകുമ്പോൾ ആശങ്കയുടെ ഒരു വലിയ ശതമാനം നീങ്ങുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പിന്മാറ്റം എന്ത് കാരണം കൊണ്ടാണ് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ വ്യക്തതകൾ ഒന്നുമില്ല. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച് പേരെടുത്ത ലൈക്ക പ്രൊഡക്ഷൻസ് അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം പരാജയമായിരുന്നു. അജിത് കുമാർ ചിത്രം വിടാമുയർച്ചി, രജനീകാന്ത് ചിത്രം വേട്ടയ്യൻ, കമൽഹാസൻ ചിത്രം ഇന്ത്യൻ 2 എല്ലാം ലൈക്കയ്ക്ക് വലിയ ബാധ്യത വരുത്തിയിരുന്നു. ഇതെല്ലാം ഈ പിന്മാറ്റത്തിന് കാരണമാണോ എന്നതും ചോദ്യമാണ്. നിർമ്മാണ കമ്പനികൾ മാറുമ്പോഴും റിലീസ് തീയതിക്ക് മാറ്റമില്ലാത്തതിൽ ആശ്വാസത്തിലാണ് മോഹൻലാൽ ആരാധകർ. സ്റ്റീഫൻ നെടുമ്പള്ളിയും എബ്രഹാം ഖുറേഷിയും മാർച്ച് 27 തന്നെ റിലീസിനെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് 18. ലവ് ജിഹാദ് പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കില്ല. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് നിയമോപദേശം ലഭിച്ചതോടെയാണ് പോലീസിന്റെ തീരുമാനം. ജോർജിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗും തീരുമാനമെടുത്തിട്ടില്ല. PC ജോർജിന് ആശ്വാസമാകുന്നതാണ് പോലീസിന്റെ തീരുമാനം. മീനച്ചിൽ താലൂക്കിൽ നിന്ന് 400ഓളം കുട്ടികൾ ലവ് ജിഹാദിലൂടെ നഷ്ടമായിട്ടുണ്ട് എന്ന പരാമർശത്തിൽ കേസെടുക്കില്ല. ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷം ജനിപ്പിക്കുന്ന ഒന്നുമില്ല എന്ന് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നു. പരാതികൾ കൂടിയതോടെ നിയമോപദേശം തേടുകയായിരുന്നു. ഈ നിയമോപദേശത്തിൽ ആണ് കേസെടുക്കാൻ തക്കവണ്ണം പരാമർശമില്ല എന്ന് വ്യക്തമാകുന്നത്. ജോർജിന് പിന്തുണയുമായി BJPക്ക് പുറമെ സിറോ മലബാർ സഭയും രംഗത്തുവന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ജോർജ് പറഞ്ഞത് വസ്തുതയാണ് എന്നായിരുന്നു
സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക പ്രസ്താവന. ഇതിന് പിന്നാലെ തിടുക്കത്തിൽ കേസെടുത്ത് കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായാൽ BJPക്ക് രാഷ്ട്രീയ നേട്ടം ആകുമെന്നും സർക്കാർ വിലയിരുത്തി. അതേസമയം മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. PC ജോർജിനെതിരെ ലീഗ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 കോട്ടയം. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പാർട്ടി നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച A. പത്മകുമാറിനെതിരെ നടപടിയുണ്ടാകും. പത്മകുമാറിന്റേത് സംഘടനാപരമായി തെറ്റായ നടപടിയാണെന്നും പാർട്ടി പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന സമിതിയിൽ തന്നെ ഉൾപ്പെടുത്താത്തതും മന്ത്രി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതുമായിരുന്നു പത്മകുമാറിനെ ചൊടിപ്പിച്ചത്. 52 വർഷത്തെ തന്റെ പാർട്ടി പാരമ്പര്യവും 9 വർഷത്തെ വീണ ജോർജിന്റെ പാർട്ടി ബന്ധവും താരതമ്യം ചെയ്തായിരുന്നു നേതൃത്വത്തിനെതിരെ പത്മകുമാർ ആഞ്ഞടിച്ചത്. ആദ്യ ദിവസങ്ങളിലെ പ്രതികരണം പിന്നീട് മയപ്പെടുത്തിയ പത്മകുമാർ ചെയ്ത തെറ്റിന് ശിക്ഷയനുഭവിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ സംഘടനാപരമായി ഗുരുതരമായ വീഴ്ചയാണ് മുതിർന്ന നേതാവ് കൂടിയായ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വിലയിരുത്തലിലാണ് CPIM. അതുകൊണ്ട് തന്നെ നടപടിയുണ്ടാകുമെന്ന് തീർത്തു പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി. പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത്. പഴയ നേതാക്കളും വേണം, പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലരാൾക്ക് ബോധ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കും. CPIMന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പത്മകുമാറിനെ അനുനയിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിലെത്തി പത്മകുമാറുമായി സംസാരിച്ചു. BJPയിലേക്ക് ക്ഷണിച്ച് ജില്ലാ നേതൃത്വം വീട്ടിലെത്തിയെങ്കിലും പത്മകുമാർ പരസ്യമായി തള്ളിപ്പറഞ്ഞു. CPIM വിട്ട് എങ്ങോട്ടേക്കുമില്ലെന്ന് പറഞ്ഞ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉറപ്പാണ് എങ്കിലും കടുത്ത നടപടിയിലേക്ക് പോയേക്കില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,220 രൂപ, പവന് 65,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,780 രൂപ, പവന് 54,240 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ദിൽന ചേരും.